തിരക്കൊഴിയാതെ ശബരിമല സന്നിധാനം ഇന്നലെ 1 ലക്ഷത്തോളം തീർത്ഥാടകരാണ് മല ചവിട്ടിയത്. മകരവിളക്കിനായി നട തുറന്ന ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ 90,000-ലധികം തീർത്ഥാടകരാണ് 18ാം പടി കയറിയത്. അതേസമയം ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയനും രംഗത്തെത്തിയിരുന്നു. സന്നിധാനത്ത് നിന്ന് ആനന്ദ് പുതൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കനത്ത വർധനവ് തന്നെയാണ് ഓരോ ദിവസവും കഴിയുന്തോറും ശബരിമലയിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഏകദേശം 93,000-ലധികം ആളുകൾ തന്നെയാണ് ദർശനത്തിന് വേണ്ടി ശബരിമലയിലേക്ക് എത്തിച്ചേർന്നത്. മകരവിളക്കിന് വേണ്ടി നട തുറന്നതിന് ശേഷം ഓരോ ദിവസവും ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ തന്നെയാണ് ശരാശരി എത്തിയതെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത്. അതുമാത്രമല്ല, ഈ ബുക്കിങ്ങുകളൊന്നും ഇല്ലാതെ, അതായത് സ്പോട്ട് ബുക്കിങ്ങുകളും ഒന്നുമില്ലാതെ തന്നെ ഏകദേശം 16,000-ഓളം ആളുകൾ മറ്റ് സംവിധാനങ്ങളുമായി എത്തിച്ചേരുന്നുണ്ടെന്നുള്ള ഒരു കണക്കുകളും അനൗദ്യോഗികമായി തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആളുകളുടെ എണ്ണം കൂടുന്നത് സ്വാഭാവികമായിട്ടും തിരക്ക് വർദ്ധിക്കുന്നതിന്, അതായത് ക്യൂവിന്റെ സമയം വർദ്ധിക്കുന്നതിനും ഒരു കാരണമായിട്ടുണ്ട്. പമ്പ മുതൽ വരെ ക്യൂ നീളുന്ന ഒരു സാഹചര്യം, മണിക്കൂറുകളോളം ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ട സാഹചര്യം, പ്രത്യേകിച്ച് കുട്ടികളുടെയും അമ്മമാരുടെയും തീർത്ഥാടകരായിട്ടുള്ള അമ്മമാരുടെയും എണ്ണം ഈ ഒരു വർഷത്തിൽ വളരെ അധികമാണെന്ന് തന്നെയാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും ഈ തീർത്ഥാടകരും തമ്മിൽ പല സമയത്തും വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ ദേവസ്വം ബോർഡ് തൊഴിലാളികളുടെ സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ ഈ ശക്തമായ പ്രതിഷേധങ്ങളുമായി വിമർശനങ്ങളുമായി ദേവസ്വം ബോർഡിനെതിരെ രംഗത്ത് വന്നിരുന്നു. അവരെ പ്രധാനപ്പെട്ട ഉന്നയിക്കുന്ന കാര്യം, പോലീസാണ് ഈ തിരക്ക് നിയന്ത്രിക്കുന്നത്. അതായത് തിരക്ക് ഉണ്ടാകുന്നില്ല, ആളുകളുടെ എണ്ണം എത്ര വേണം എന്ന് തീരുമാനിക്കുന്നത് പോലീസാണ്. തിരക്ക് വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം പോലും പോലീസാണെന്നുള്ള ഒരു ആരോപണമായി തന്നെയാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അരവണ വിഷയവുമായി ബന്ധപ്പെട്ടും കടുത്ത വിമർശനം ഉന്നയിച്ചു. അരവണ വിഷയവുമായി ബന്ധപ്പെട്ട് അരവണ പ്രതിസന്ധി നേരിട്ടത് ദേവസ്വം ബോർഡിന്റെ പരാജയമാണ്. ദേവസ്വം ബോർഡ് കൃത്യമായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവുമായിരുന്നില്ല. അതുമാത്രമല്ല, വ്യാപകമായ അഴിമതിയും ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ ഉന്നയിക്കുന്നുണ്ട്. 6.25 രൂപയ്ക്ക് ടെൻഡർ കൊടുത്തിരുന്ന അരവണയാണ് രണ്ടാമത്തെ 2 കമ്പനികൾക്ക് 12 രൂപ, അതായത് ഇരട്ടി വിലയ്ക്ക് കൊടുത്തത് എന്നുള്ള ഒരു കടുത്ത ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വിജിലൻസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന ഒരു ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഭക്തജനങ്ങളോടുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തിരുവിതാംകൂറിന്റെ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ ഇന്നലെ വ്യക്തമാക്കിയത്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രമുണ്ടോ എന്ന് നമുക്കറിയാം. ആളുകളെല്ലാവരും ശബരിമലയിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. 10ാം തീയതിക്ക് ശേഷം സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനവും ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടുണ്ട്. ഇതും കടുത്ത വിമർശനത്തിന് തന്നെയാണ് നേരിടുന്നത്.